ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ്. അപ്പൊ ഇന്നെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നിപ്പോ ദേരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ നിന്ന് എനിക്ക് രണ്ട് മൂന്ന് പണികളുണ്ട് അവിടെ. അപ്പൊ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അപ്പൊ ഞാൻ പോണ വഴിയിലാണ്. ഇതാണ് ശിന്തക ടണല്. അവിടെ ദേരയിലോട്ട് ബർദുബായും ദേരയിലോട്ട് പോകുമ്പോഴുള്ള ഒരു ടണലാണിത്. ഇത് പറഞ്ഞത് മേലെ ഫുള്ള് അത് കടലിന്റെ അടി കൂടിയാണ് പോകണമെന്നാണ്. അപ്പൊ അതാണ് ഈ ഒരു എന്താ പറയുക ടണലിന്റെ പ്രത്യേകത. അതിന്റെ മേലെ കൂടി കടൽ പോകുന്നുണ്ട്. അതിന്റെ അടി കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇത് നല്ലൊരു ഇതാണല്ലേ. നമ്മളിപ്പോ ഈ ടണലിന്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തോട്ട് കയറുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളായിട്ട് പെട്ടെന്ന് കയറുമ്പോൾ ഒരു വെള്ള കളറായിട്ട് ഒന്നും കാണൂല. പിന്നെ ഇങ്ങോട്ട് പുറത്തോട്ട് കിടക്കുമ്പോൾ ഫുള്ള് വ്യൂ ആയിട്ട് വരുന്നത് ഒരു ദേരയിലോട്ട് എത്തിയാണ്. ദേര നൈഫ് മാർക്കറ്റിലോട്ട് അതിന്റെ സൈഡിലോട്ട് എത്തി. ഇവിടെ ഫ്ലൈറ്റ് ഒക്കെ പോകണുണ്ട്. ഏതാണ് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ആണത്. അപ്പൊ എനിക്ക് ഇവിടുന്ന് ബനിയാസിലോട്ട് പോകണം. അതായത് ആ ഫ്രണ്ടിൽ കാണുന്ന സിഗ്നലിൽ നിന്ന് എനിക്ക് റൈറ്റിലോട്ട് പോകണം. എന്റെ കയ്യിൽ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാനാണ്. എന്റെ മറ്റേ ഹോണ്ടയുടെ വണ്ടി ഞാൻ വേറെ ആൾക്ക് കൊടുത്തു. അപ്പോൾ അത് തിരിച്ചു വരുന്ന ഒരാളെ ഫാമിലി വന്നുകൊണ്ട് ഞാൻ ആ വണ്ടി മൂപ്പര് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ തൽക്കാലം ഫാനാണ് ഉള്ളത്. ഇതിലാണെങ്കിൽ പാർക്കിങ്ങും ഇല്ല. പാർക്കിംഗ് ഇട്ടിട്ട് മടുത്തു ഗൈസ്. അങ്ങനെ എല്ലായിടത്തും ഫ്രീ പാർക്കിങ് തപ്പി ഇറങ്ങലാണ് ഇപ്പോൾ ഈ വണ്ടിയിട്ട്. അങ്ങനെ അതാകുമ്പോൾ പിന്നെ മറ്റേ വണ്ടിയാകുമ്പോൾ പിന്നെ ഇത് ഇയർലി പാർക്കിംഗ് പെർമിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നത് പ്രശ്നമില്ല. ഇത് പാർക്കിംഗ് ഇട്ട് ഞാൻ ടെൻഷനാണ്. പാർക്കിങ് ഫ്രീ പാർക്കിങ് തിരയുമ്പോൾ ദേരയിൽ എവിടെയാണ് ഒരു ഫ്രീ പാർക്കിങ് നോക്കട്ടെ. ഒരു ഐഡിയ ഇവിടെ ഒരാളെ പിക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നമുക്കൊരു സ്റ്റോക്ക് കൊടുക്കാനും പിന്നെ ആ പേയ്മെന്റ് സ്റ്റോക്കിന്റെ പേയ്മെന്റ് കളക്ട് ചെയ്യാനുണ്ട്. അതൊരു 5:30 ഇങ്ങനെ പറയണത്. ഇനി സമയം ഇനിയൊരു 2 മണിക്കൂറിനടുത്ത് ഇനിയും സമയമുണ്ട് അതിന്. അപ്പോൾ അതുവരെ എനിക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വന്ന് ഇവിടെ ദേരയിലെത്തിയിട്ടുണ്ട്. ഈ ദേരയിൽ കഴിഞ്ഞ 2 ദിവസം മുന്നേ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഓരോ കടലിനുള്ളിൽ വെള്ളം കയറിയിട്ടൊക്കെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. വെള്ളമൊക്കെ താന്നതിന് ശേഷം ആ അത്രയും നാശനഷ്ടങ്ങളുണ്ടായിട്ട് കടക്കാർക്ക് കുറേ മൊബൈൽ കവറും കാര്യങ്ങളും അവിടുത്തെ കുറേ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം ഫുള്ള് നനഞ്ഞിട്ട് ആൾക്കാർ ഈ പുറത്ത് ഫുട്പാത്ത് മേലെ എല്ലാം അങ്ങനെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഒരു കണ്ടായിരുന്നു. എന്താ അവസ്ഥ ഇവിടെ അങ്ങനെയാണ്. ഇവിടെ പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മഴ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം നിറഞ്ഞ് ആകെ പ്രശ്നങ്ങളാവും. വെയിലാവുമ്പോഴോ ചൂട് അങ്ങേയറ്റം. ഞാനാണ് ദേരയിലെത്തി ഓഫീസിന്റെ താഴത്തെത്തി. ഞാൻ വൈശാഖിനെ വിളിച്ചപ്പോൾ അവന് കുറച്ചും കൂടി വർക്ക് ഉണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുറത്ത് തന്നെ കുറച്ച് വണ്ടികൾ പാർക്കിംഗ് ഒന്നും ഇല്ല. അപ്പോൾ ഒരു വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു ചൈനക്കുട്ടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അവരാ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു ചൈനക്കുട്ടി ഇങ്ങനെ നടന്നു പോകണത്. വൈശാഖ് കയറാൻ വണ്ടി കയറാൻ വാ, ഇങ്ങോട്ട് വാ, കയറ് കയറിക്കോ. വെള്ളം വേറെ പോവാ ഇല്ലേ ഇങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് കേറ്. അങ്ങനെ ഗൈസ് നമ്മള് വൈശാഖിനെ പിക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന്. അങ്ങനെ വൈശാഖത വണ്ടിയിൽ വന്നിട്ടുണ്ട്. ചെക്കന വണ്ടി ഇരുന്ന് വർക്ക് ചെയ്യാണ്. വർക്കിനോടും ആത്മാർത്ഥത ഉള്ള ചെക്കന ഇവിടെ കാണാൻ കിട്ടും നമുക്ക്. വണ്ടി ഇരുന്നിട്ടും വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഫിംഗർ മാറണ്ട. പക്ഷെ എന്താ ചെയ്യണേ? ഇപ്പൊ ഞാൻ ബർദുബായിക്ക് വന്നു. തിരിച്ച് ഞാൻ ഈ ദേരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബർദുബായില് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റോക്ക് കിട്ടാൻ ഇനി ഒരുപാട് ലേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈശാഖ് പറഞ്ഞു റൂമിൽ വിട്ടെന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ അവിടെ റൂമിൽ പോയി ഓനെ വിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഇനി തിരിച്ച് ദേരയിലോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടം നോക്കണേ. ഇവിടെ ദേരയിൽ പാർക്കിംഗ് കിട്ടില്ല. ഞാൻ ഒരു RTന്റെ ഒരു പാർക്കിംഗ് ഉണ്ട്, പെയ്ഡ് പാർക്കിംഗ് ആണ്. അപ്പോൾ അവിടെ കയറ്റി 1 ഹവറിന് 5 ദിർഹം വരണുള്ളൂ. അപ്പം ഞാൻ അവിടെ കയറ്റി പാർക്ക് ചെയ്തിട്ട് പിന്നെ അടുത്ത് തന്നെയാണ് എനിക്ക് പോകാനുള്ള സ്ഥലം. അപ്പോൾ അവിടെ പോയിട്ട് സാധനം മേടിക്കണം. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഇത് RTA പാർക്കിൻ്റെ ഏറ്റവും റൂഫ് ടോപ്പിൽ ഇതിൻ്റെ പാർക്കിംഗ് ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ പാർക്കിംഗ് അതിലോട്ട് വരണേ. ഇവിടുന്ന് വ്യൂ നോക്കുമ്പോൾ നേരെ കാണാൻ നമ്മൾ അൽസീഫയുടെ കാണുന്നുണ്ട്. അതിൻ്റെ നേരെ അപ്പുറത്താണ് എൻ്റെ ബർദുബായ് റൂമൊക്കെ അവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. താഴോട്ട് ഇവിടെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളും
എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് താഴോട്ട് പോകണം. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് പോയി നമുക്ക് താഴോട്ട് പോയിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഷോപ്പ്, അവിടെ പോയിട്ട് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ലിഫ്റ്റ് വർക്കാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ലിഫ്റ്റ് വർക്കാവണില്ല. നമുക്ക് സ്റ്റെയർ കേസ് പോയി താഴോട്ട് പോവാം. അപ്പോൾ ഞാൻ സ്റ്റോക്ക് മേടിക്കാനുള്ള ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഷോപ്പിൽ നമുക്ക് സാധനം മേടിക്കാനുള്ളത്. ഞാൻ പേയ്മെൻറ്റ് കൊടുത്ത് റെസിപ്റ്റ് തന്നിട്ടുണ്ട്. ന്യൂസിന് വെയിറ്റ് ചെയ്യണം. സ്റ്റോക്ക് ഇപ്പോൾ ആൾ കൊണ്ടുവരുന്ന പറഞ്ഞത്. ന്യൂസിന് വെയിറ്റ് ചെയ്യണം. ഇതൊരു ഹോട്ടലിൻ്റെ ലോബിയാണ്. അൽ ഖലീജ് ഗ്രാൻഡ് ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. എൻട്രൻസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ചെറിയ കൗണ്ടർ വരുന്നത് മൊബൈലിൻ്റെ. അതല്ല ഇവിടെ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പുണ്ട് സൈഡിൽ. അതേമാതിരി ഒരു കോഫി ഷോപ്പുണ്ട് സൈഡിൽ. അങ്ങനെ എല്ലാതും ഉണ്ട് ഇവിടെ. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ആൾ വരുന്നവരെ. ഇപ്പം നമ്മൾ മേടിക്കാവുന്ന സാധനം കിട്ടിയിട്ടുണ്ട്. ആപ്പിളിൻ്റെ എയർ ടാഗ്. 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. 1 മണിക്കൂറിന് മേലെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് സാധനം കിട്ടിയത്. ഇവിടെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത ആപ്പിളിൻ്റെ എയർ ടാഗ്. അപ്പോൾ അത് മേടിച്ച് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് അങ്ങനെ സാധനമൊക്കെ എടുത്ത് അവിടുന്ന് പാർക്കിങ്ങിന് താഴത്തോട്ട് ഇറങ്ങി. പാർക്കിങ്ങിന് പേ ചെയ്ത് രാത്രി പാർക്കിങ്ങിന്. അപ്പോൾ പെർ ഹവർ 5 dirhams. 2 മണിക്കൂറിന് അടുത്തായി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട്. അപ്പം 10 dirhams പേ ചെയ്തോടെ അവിടുന്ന് ഇറങ്ങി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നേരെ വേറെ ഒന്നുമില്ല, നേരെ റൂമിൽ പോകുന്നു. ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. പിന്നെ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.